ഹലോ എവ്രി വൺ. ഇന്ന് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഫസ്റ്റ് വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യുന്നത്. ഈ ക്ലാസ്സുകൾ നമുക്ക് KTET, CTET പോലുള്ള പരീക്ഷകൾക്ക്, DLEDന്, BEd, MEd തുടങ്ങിയ ക്ലാസ്സുകൾക്കും നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും ആയിരിക്കും ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഈസിലി നമുക്ക് ഇംഗ്ലീഷിലേക്ക് മലയാളത്തിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് ഒരു DLEDന് ചേരുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ BEdന് ചേരുന്ന ഒരു അധ്യാപക വിദ്യാർത്ഥി, അങ്ങനെയാണല്ലോ നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ അവർ സാധാരണയായിട്ട് ചിന്തിക്കാവുന്ന ഒന്ന് തന്നെയാണ്, എന്തിനാണ് നമ്മൾ സൈക്കോളജി പഠിക്കുന്നത്? പിന്നീടാണ് നമ്മൾ അറിയുന്നത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ്. സൈക്കോളജിയും എഡ്യൂക്കേഷണൽ സൈക്കോളജിയും തമ്മിൽ എന്തായിരിക്കും വ്യത്യാസം? അത് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടോ? പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മേഖലയിൽ ഇത് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ എന്നൊരു സംശയമൊക്കെ നമുക്ക് തോന്നാം, അല്ലേ? പക്ഷേ കുറച്ചും കൂടെ കഴിയുമ്പോൾ, ഒരു ഇൻറ്റേൺഷിപ്പിനൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, കുട്ടികളെ അറിയാനും അവരെ മാനേജ് ചെയ്യാനും ക്ലാസ് എഫക്റ്റീവ് ആക്കാനും എല്ലാത്തിനും, ഒരു പേഴ്സണൽ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും ഇമോഷണൽ സ്റ്റെബിലിറ്റിക്കും അത് റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് എഡ്യൂക്കേഷൻ സൈക്കോളജിയിലെ പ്രിൻസിപ്പിൾസും തിയറീസും നിയമങ്ങളും ഒക്കെ അത്യാവശ്യമായി വരും എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരുപാട് ഇൻട്രൊഡക്ഷനിലേക്ക് പോകുന്നില്ല, ഡയറക്റ്റ് ക്ലാസ്സിലേക്കാണ് പോകുന്നത്. എഡ്യൂക്കേഷണൽ സൈക്കോളജി, ഇപ്പോൾ 2 വാക്കുകളുണ്ടല്ലേ, എഡ്യൂക്കേഷൻ ആൻഡ് സൈക്കോളജി. മലയാളത്തിലേക്ക് വരുമ്പോൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രം. മനഃശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരാളുടെ മനസ്സ് അറിയാനുള്ള ടെക്നിക്കുകളാണ്. ഒരു ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരാൾ ഒക്കെ നമ്മൾ ചിലപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണൂ എന്നൊക്കെ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. പക്ഷേ എഡ്യൂക്കേഷൻ സൈക്കോളജിയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യത്യസ്തമാണ്. അപ്പോൾ ഈ സൈക്കോളജി എന്ന പദം അല്ലെങ്കിൽ വേർഡ് എവിടെ നിന്നാണ് രൂപപ്പെട്ടിട്ടുള്ളത്? അതിൻ്റെ ഒറിജിൻ എവിടെയാണ്? അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ കാണുന്ന അത്രയും കാര്യങ്ങളാണ് കേട്ടോ ഒന്ന് പറയുന്നത്. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. സ്ലൈഡിൽ അത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ പറയുന്ന അത്രയും കാര്യങ്ങൾ നമ്മൾ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ട് കാര്യമില്ല, നിങ്ങൾ നോട്ട് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഈ സൈക്കോളജി എന്ന പദം വന്നിട്ടുള്ളത് 2 ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. സൈക്കോളജി, ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. സൈക്കോളജി എന്ന പദം ഏതിൽ നിന്നാണ് രൂപപ്പെട്ടിട്ടുള്ളത്? ചിലപ്പോൾ ലാറ്റിനോ ഫ്രഞ്ചെന്നോ ഒക്കെ തരാം. അല്ല, സൈക്കോളജി എന്ന പദം രൂപപ്പെട്ടിട്ടുള്ളത് ഗ്രീക്കിൽ നിന്നാണ്. സൈക്ക് ആൻഡ് ലോഗോസ് എന്ന 2 പദത്തിൽ നിന്നാണ് സൈക്കോളജി എന്ന പദം രൂപപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. സൈക്ക് എന്നാൽ സോൾ, അതേപോലെ ലോഗോസ് എന്നാൽ സയൻസ് അല്ലെങ്കിൽ കോഴ്സ് ഓഫ് സ്റ്റഡി. ഒന്നുമില്ല, സൈക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവാണ്. ലോഗോസ് എന്നാലോ അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖ, അതാണ് കോഴ്സ് ഓഫ് സ്റ്റഡി, റാഷണൽ കോഴ്സ് ഓഫ് സ്റ്റഡി അല്ലെങ്കിൽ അതിൻ്റെ ശാസ്ത്രം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അല്ലെങ്കിൽ കൂട്ടി വായിക്കുകയാണെങ്കിൽ എന്താണ് സൈക്കോളജി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് സോൾ, ആത്മാവിനെക്കുറിച്ചുള്ള പഠനം എന്നാണ് സൈക്കോളജി. പക്ഷേ അന്ന് ഈ ഒരു വാദം ഉന്നയിച്ചപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വന്നിരുന്നു. എന്താണ് ഈ ആത്മാവ്? അതിനെ എങ്ങനെയാണ് പഠിക്കാൻ പറ്റുന്നത്? ആത്മാവും ഈ ശാസ്ത്രവുമായുള്ള ബന്ധം എന്ത്? ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ വന്നു. പക്ഷേ അന്ന് ഇതിനൊന്നും ഉത്തരം പറയാനായിട്ട് അന്ന് സാധിച്ചിരുന്നില്ല. അങ്ങനെ ഈ വാദം കാലക്രമേണ ഇല്ലാതാവുകയാണ് ചെയ്തത്. പിന്നീട് വന്നൊരു സ്റ്റഡിയാണ്, അല്ലെങ്കിൽ പിന്നീട് വന്ന വാദമാണ്, ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് മൈൻഡ്. മനസ്സിനെ കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജി. അപ്പോഴും ചോദ്യങ്ങൾ വന്നു, എന്താണ് മനസ്സ്? അതിനെ എങ്ങനെയാണ് നമുക്ക് അളക്കാൻ പറ്റുന്നത്? ഒരു സംഭവം നമ്മൾ പറയുമ്പോൾ എന്തായാലും ചോദ്യങ്ങൾ വരുമല്ലോ, അതേപോലെയുള്ള ചോദ്യങ്ങൾ വന്നു. അതിനും കൃത്യമായൊരു ഉത്തരം ഒന്നും നൽകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ക്രമേണ അതും കാലഹരണപ്പെട്ടു പോവുകയാണ് ചെയ്തത്. പിന്നീട് വന്നതാണ് സ്റ്റഡി ഓഫ് കോൺഷ്യസ്നെസ്. ഈ സ്റ്റഡി ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം. ആദ്യം വന്നത് എന്തായിരുന്നു? ആത്മാവിനെക്കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം. മൂന്നാമതാണ് സ്റ്റഡി ഓഫ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ബോധത്തെക്കുറിച്ചുള്ള പഠനം. അപ്പോഴും അവിടെ ചോദ്യങ്ങൾ വന്നു. ഇവിടെ ചോദ്യങ്ങൾ വന്നത് എന്താണെന്ന് വെച്ചാൽ,
നമുക്ക് മനസ്സ്, നമ്മൾ കേട്ടിട്ടില്ലേ, സബ് കോൺഷ്യസ് മൈൻഡുണ്ട്, അൺകോൺഷ്യസ് മൈൻഡുണ്ട്, കോൺഷ്യസ് മൈൻഡുണ്ട് അല്ലേ? ബോധ മനസ്സുണ്ട്, അബോധ മനസ്സുണ്ട്, ഉപബോധ മനസ്സുണ്ട്. അപ്പോൾ ഈ മൂന്നിനെയും എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് അല്ലേ? ഈ ഓരോന്നിൻ്റെയും നേച്ചർ എന്താണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരികയും അത് കാലക്രമേണ ഇല്ലാതാവുകയും ചെയ്തു. ആ വാദം ഇല്ലാതെയായി. പിന്നീടാണ് സ്റ്റഡി ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രം എന്നതിലേക്ക് മനഃശാസ്ത്രം എത്തിയത്. ഇന്നും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വാദമാണെന്ത്? സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ബിഹേവിയർ എന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ആത്മാവിൻ്റെ ശാസ്ത്രം എന്ന് പറഞ്ഞു, പിന്നീട് മനസ്സിൻ്റെ ശാസ്ത്രം, പിന്നീട് ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രം, പിന്നെ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രം. അപ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട്, സൈക്കോളജിയിൽ പറയാറുണ്ട്, ഫസ്റ്റ് സൈക്കോളജി ലോസ്റ്റ് ഇറ്റ്സ് സോൾ. സൈക്കോളജിക്ക് ആദ്യം അതിൻ്റെ ആത്മാവ് നഷ്ടമായി അല്ലേ? സത്യമല്ലേ? ആത്മാവിനെ കുറിച്ചുള്ള പഠനമാണെന്ന് പറഞ്ഞു, പിന്നീട് അത് ഇല്ലാതെയായി. പിന്നീട് ദെൻ ഇറ്റ്സ് മൈൻഡ്, പിന്നീട് അതിൻ്റെ മനസ്സ് നഷ്ടപ്പെട്ടു. പിന്നെയോ ദെൻ ഇറ്റ്സ് ലോസ്റ്റ് ഇറ്റ്സ് കോൺഷ്യസ്നെസ്, പിന്നീട് കോൺഷ്യസ്നെസ് എന്ന വാദവും ഇല്ലാതെയായി. പിന്നെ ഇറ്റ് സ്റ്റിൽ ഹാസ് എ ബിഹേവിയർ ഓഫ് എ സോർട്ട്, ഇപ്പോഴും എന്താണ്? വ്യവഹാരം എന്നുള്ളൊരു രീതി മാത്രമാണ് ഇന്നും നിലനിൽക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു സൈക്കോളജി എന്നത് ആത്മാവിൻ്റെ ശാസ്ത്രമാണ് എന്നത്. ഇതിനെക്കുറിച്ച് ആദ്യമായി പറഞ്ഞത് പ്ലേറ്റോ, അരിസ്റ്റോട്ടൽ തുടങ്ങിയ ഗ്രീക്ക് ദാർശനികരാണ് ഇതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ആ ചിന്തകന്മാരാണ് ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞത്. പിന്നീട് സൈക്കോളജി മനസ്സിൻ്റെ ശാസ്ത്രമാണ്, അല്ലെങ്കിൽ സൈക്കോളജി സ്റ്റഡി ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് കാണ്ട് എന്നൊരു വ്യക്തിയാണ്. പിന്നീട് സൈക്കോളജി കോൺഷ്യസ്നെസ്സിനെ കുറിച്ചുള്ള പഠനമാണ്, അല്ലെങ്കിൽ ബോധമണ്ഡലത്തിനെ കുറിച്ചുള്ള പഠനമാണ് എന്ന് പറയുന്നത് വില്യം വൂണ്ടും വില്യം ജെയിംസുമാണ്. പിന്നീട് അവസാനത്തേത് സ്റ്റഡി ഓഫ് ബിഹേവിയർ എന്ന് പറഞ്ഞത് JB വാട്സൺ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഈ വീഡിയോയിലുള്ളത്.